ഈ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള ഉപയോഗങ്ങളുണ്ട് കേട്ടോ. വളരെ ചുരുങ്ങിയ ഒരു പൈസ കൊടുത്താൽ തന്നെ നമുക്ക് ഇത് കിട്ടുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല നല്ല കുറച്ചധികം നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മളുടെ പണ്ട് കാലങ്ങളിൽ പെയിൻറ് കളയാൻ, അതുപോലെ തന്നെ മരം മിനുസപ്പെടുത്താനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഇത് ആശാരിമാരൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് അടുക്കളയിൽ കുറച്ചധികം നല്ല ടിപ്സുകൾ കാണിച്ചു തരാം. ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. വളരെ ഉപയോഗപ്രദമായ നല്ല നല്ല ടിപ്സുകളാണേ. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലെയുള്ള അഡ്രസ്സുകളിലൊക്കെ സെലോ ടേപ്പ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ, ബൈ ചാൻസ് എങ്ങനെയെങ്കിലും ഒട്ടിപ്പിടിച്ചാൽ നമ്മളത് പിച്ചി പറിച്ചൊക്കെ എടുക്കുമ്പം അതിൻ്റെ ആ അഡ്രസ്സിൻ്റെ ആ ഒരു ഇതൊക്കെ മഷിയൊക്കെ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് ആ നഷ്ടപ്പെടുന്നു. ആ പേപ്പർ കീറിപ്പോകുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് പോകുകയോ ഒക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട്, ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പേപ്പറിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഏത് ഒരു ഇതിലും നിങ്ങൾ സെലോ ടാപ്പ് ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ നല്ലതുപോലെ വലിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ചെറിയ കഷ്ണമൊക്കെ ഒട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ വലിയ കഷ്ണം ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇത് വലിച്ചെടുത്താൽ മതി. നമ്മൾ പിച്ചി പറിച്ചൊക്കെ ഇങ്ങനെ എടുക്കുമ്പം അതിൻ്റെ ആ പ്രിൻ്റൊക്കെ പോകാനും അഡ്രസ്സൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തപ്പോൾ നമ്മൾ നോട്ടിൽ പറ്റിയാലും ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഇപ്പം ചെറിയൊരു പീസ് നോട്ടിൽ എവിടെയെങ്കിലും ഒട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് വലിച്ചാൽ മാത്രം മതി കേട്ടോ. ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഒരു 4 ഗ്രാമ്പും 2 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയങ്ങളിൽ ഇപ്പോൾ അസുഖങ്ങളുടെ കളിയാണല്ലേ. ജലദോഷമായിട്ടും തുമ്മലായിട്ടും എന്താണ് പറയുക, തൊണ്ടക്ക് അസ്വസ്ഥതയും കുത്തിയുള്ള ചുമ, ഇവയ്ക്കെല്ലാം പരിഹാരമാണ് ഇതുപോലെ 4 ഗ്രാമ്പും 2 ഏലക്ക എടുത്ത് നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കുക. അടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുത്താൽ അത്ര നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഗ്യാസ് അടുപ്പിലാണ് ഞാൻ ഇതുപോലെ എടുക്കുന്നത്. നല്ലതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ഇഞ്ചി നീരാണ് കേട്ടോ. ഇഞ്ചി നീര് നമ്മളുടെ പ്രതിരോധ ശേഷി കൂട്ടുവാനൊക്കെ വളരെ നല്ലതാണ്. തൊണ്ടയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ നല്ലതാണ്. നമ്മൾക്ക് ഉണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻ മാറ്റുവാൻ നല്ലതാണ്. അതിലേക്ക് ഒരു നുള്ള് തേനും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല പോലെ തന്നെ അത് മിക്സായി കിട്ടുന്നതാണ് കേട്ടോ. ഇഞ്ചി നീര് ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് 3 നേരം നമുക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ. നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരും. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഒരു ചൊവ്വ വ്യത്യാസമൊന്നുമില്ല. ഇഞ്ചിയുടെയും അതുപോലെ തേനിൻ്റെയും ചൊവ്വയാണ് മുന്തി നിൽക്കുന്നത്. ചെയ്തു നോക്കാം. അടുത്തതായിട്ട് നമ്മളുടെ കയ്യിൽ മുള്ളെന്തെങ്കിലും ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. കുറച്ച് ഉപ്പിട്ട് ഒരു വെളുത്തുള്ളി മുഴുവനെ തൊലി കളഞ്ഞത് വെച്ച് കൊടുത്ത് എന്തെങ്കിലും നമ്മളുടെ സെലോ ടാപ്പ് എന്തെങ്കിലും കൊണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടണം കേട്ടോ. ലൂസാക്കി കെട്ടരുത്. ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുമ്പം ആ ഒരു മുള്ള് പുറത്തേക്ക് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഞണ്ട് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ഞണ്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വലിയ ടാസ്ക് പോലെയാണ് അല്ലേ തോന്നുന്നത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു വലിയ കാല് നമ്മൾ കളഞ്ഞെടുക്കണം. അതിന് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് കത്തി കൊണ്ടൊന്ന് കുത്തിയാൽ മാത്രം മതി. അത് അടന്ന് തന്നെ വരും കേട്ടോ. അത് എല്ലാ ഇതും കാലുകളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒലിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ നടുഭാഗം ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഒരു രോമം പോലത്തെ ഒരു സാധനമുണ്ട്. അതൊക്കെ ഫുള്ളായിട്ട് ഇതുപോലെ കളഞ്ഞ് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ടാകും. അപ്പം അതൊന്ന് ബ്രഷ് കൊണ്ട് കഴുകുക. അത് മറുഭാഗത്ത് ഇതുപോലെ ഒരു ഭാഗം ഉണ്ടാവും. അതും നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. കാലുകളെല്ലാം നമുക്ക് പൊട്ടിച്ച് എന്തെങ്കിലും കൊണ്ട് ചതച്ച് പൊട്ടിച്ചിട്ടാൽ മാത്രം മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ മീൻ മുഴുവനെയൊക്കെ പൊള്ളിക്കാനൊക്കെ ഇരിക്കുമ്പോൾ തല അതേപോലെ വെക്കാനായിട്ട് ഒരു ഭംഗിയാണല്ലോ. പക്ഷെ നമുക്കത് പൊട്ടിച്ച് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ പൊട്ടിച്ച് കഴിയുമ്പം അതിൻ്റെ ഒരു ഭംഗി പോകും. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒന്ന് റൗണ്ട് ചെയ്യുക കേട്ടോ. ഒരു ആ ഒരു വലിയ മീനാണെങ്കിൽ വലിയ സ്പൂൺ എടുക്കുക. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ചെറിയ സ്പൂണാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് റൗണ്ട് അതിൻ്റെ ചുറ്റിനും ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം ഇത് പുറത്തേക്ക് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ ആ റൗണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് മൊത്തം
പുറത്തേക്ക് വരാനായിട്ട് സഹായിക്കും. ഒരു തരി അഴുക്കില്ലാതെ തന്നെ നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ നല്ല മൂർച്ചയുള്ള ഈ ഒരു ഷേപ്പിലുള്ള ഒരു കത്തി ഉണ്ടെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ വലിയ മീനുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വലിയ കയ്യിലെടുക്കുക, എന്നിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ വായി തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിൻ്റെ ആ വയറിൻ്റെ ഉള്ളിൽ മൊത്തം ചുറ്റിച്ചു കൊടുക്കണം. ചുറ്റിച്ചു കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ പൂർണ്ണമായിട്ടും വരികയുള്ളൂ. അപ്പോൾ നമ്മൾ മുറിക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയിലും കിട്ടും. ആ ചുട്ട് ഫുള്ളായിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിലൊരു തരി അഴുക്ക് പോലും ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ബ്ലഡൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് ആ ഒരു വായുഭാഗം തുറന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുത്താൽ മാത്രം മതി. നല്ല സൂപ്പറായിട്ട് കിട്ടും. നമ്മൾ ഹോട്ടലിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ഇവർ ചെയ്തു എന്ന് വിചാരിക്കില്ല. പക്ഷെ ഞാനിത് ചെയ്തപ്പോൾ അതേ കണ്ടില്ല, നല്ല പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചൊന്ന് കഴുകുക, അത്ര മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് സാൻഡ് പേപ്പർ കൊണ്ട് നമുക്ക് മീൻ എങ്ങനെ ക്ലീൻ ചെയ്യാമോ എന്ന് നോക്കാം കേട്ടോ. സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സാൻഡ് പേപ്പറും അതുപോലെ നമ്മൾ കളയുന്ന ബ്രഷുകൾ, പല മോഡൽ ബ്രഷുകൾ എടുക്കുക കേട്ടോ. ഈ എന്താണ് പല്ല് തേക്കുന്ന ബ്രഷ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബ്രഷുകളൊക്കെ തേഞ്ഞതൊക്കെ ഇല്ലേ, നമ്മൾ ഓരോ ഉപയോഗത്തിന് എടുക്കുന്ന ഓരോ ബ്രഷുകളും ഇതുപോലെ നല്ലതുപോലെ കഴുകി ചൂടുവെള്ളത്തിലെടുത്ത് കഴുകിയതിന് ശേഷം ഇതുപോലെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ, കത്തി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ആയി കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എല്ലാ ബ്രഷുകളും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. പല ഷേപ്പിലുള്ള യൂസിന് നമുക്ക് പല രീതിയിൽ ഈ ഒരു സാധനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനാണ് ഞാൻ ചെറുതും വലുതും ഒക്കെ എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു സാൻഡ് പേപ്പർ ഇതിൻ്റെ അളവിൽ എടുക്കുക, വെട്ടി കൊടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ സാധാരണ ഇതൊന്നും ഒട്ടിച്ചാൽ കറക്റ്റായിട്ട് ഇരിക്കില്ല. ഈ ഒരു ഗം ഉണ്ടെങ്കിൽ അതായിരിക്കും സൂപ്പർ കേട്ടോ. ഫെവിക്വിക്കൊക്കെ ഒട്ടിച്ചാലും അത്ര നല്ലതാവില്ല. ആ ഒരു സാൻഡ് പേപ്പറിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ഫെവിക്കോളില്ലേ, അത് ഒട്ടിച്ചാലും അത്ര കുഴപ്പമില്ല. പക്ഷേ നനയുമ്പോഴൊക്കെ അത് ഇങ്ങനെ അടന്ന് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പിന് വെട്ടിക്കൊടുക്കുക. അതിനുശേഷം മറ്റേ നമ്മളെ ബ്രഷുകളിൽ ചെറിയ ബ്രഷ്, അതിലും ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ആ ഒരു സാൻഡ് പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് ആ ഒരു ഷേപ്പിന് വെട്ടിക്കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു പേപ്പറൊക്കെ കാണുമ്പോൾ വിചാരിക്കുമല്ലേ ഇതിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അറിയാവുന്നത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമല്ലേ എന്നുള്ളത്. ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടറായിപ്പോയി. അത്രയും ഉപയോഗം ഉള്ളതാണ്. നമ്മൾ മീനൊക്കെ മുറിക്കുമ്പോൾ ഇതാക്കുമ്പോഴൊക്കെ ചെതമ്പൽ തെറിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ചെറിയ ബ്രഷ് കൊണ്ട് നമ്മുടെ നഖത്തിൻ്റെ ഷേപ്പ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഷേപ്പായി കിട്ടും. നല്ല പോലെ തന്നെ നമ്മൾ മറ്റേ ആ ഒരു ഇത് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷേപ്പാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത്രയും കാലം ഈ ഒരു സാൻഡ് പേപ്പർ ഇവിടെ കിടന്നിട്ട് നമ്മളത് ചിന്തിക്കൂല, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ലല്ലോ. പക്ഷെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അറിയാവുന്നത് ഇതുപോലെയൊക്കെ ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മീൻ മുറിക്കാം കേട്ടോ. മീൻ മുറിക്കാനായിട്ട് നമുക്ക് ചെതമ്പിലുള്ള മീനുകൾ മുറിക്കാനായിട്ട് വളരെ മടിയാണല്ലേ. അത് തെറിക്കുന്ന ബുദ്ധിമുട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരി പോലും ചിതമ്പൽ തെറിക്കേയില്ല. നല്ല പോലെ തന്നെ നമ്മൾ കല്ലിലിട്ട് ഒരക്കെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല പോലെ തന്നെ ചെതമ്പലും പോയി കിട്ടും. നമ്മൾ കല്ലിൽ ഉരച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമ്മളിപ്പോൾ കല്ലിലിട്ട് നമ്മൾ ഉപ്പിട്ട് ഉരച്ചൊക്കെ എടുക്കില്ലേ, അത്രയും നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ കുറേയൊന്നും ബലമൊന്നും കൊടുക്കാതെ തന്നെ. ഇപ്പം ഈ ഒരു മീൻ മാത്രമല്ല കേട്ടോ, ചെതമ്പലുള്ള ഏത് മീനും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ചിതമ്പൽ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കണ്ടില്ലേ ഈ ഒരു വ്യത്യാസം കണ്ടില്ല, അപ്പുറം ഇപ്പുറവും ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇതൊന്ന് നല്ലപോലെ തന്നെ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യണതിന് മുമ്പ് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അത്രയും നല്ലതാണ്. ഒരു 5-10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ഇത് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ചെതമ്പൽ മൊത്തം പോയിട്ടുണ്ട്. ഈ ഒരു കറുത്ത ആവോലിയാണ്. അപ്പോൾ ഇത് മാച്ചാനാണ്. ആവോലിന്നും മാച്ചാനെന്നൊക്കെ പറയും. അപ്പോൾ ഇത് മാച്ചാൻ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. വെള്ള കളറുള്ളതിനെയാണ് ആവോലി എന്ന് പറയുന്നത് അല്ലേ. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പല കാര്യങ്ങൾ പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇവിടെ മാച്ചാൻ എന്നാണ് ഇതിനെ പറയുന്നത്, കണ്ടില്ലേ നല്ല വെള്ളയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു ബ്രഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ചാളയുടെ ആണെങ്കിലും അയിലയുടെ ആണെങ്കിലും ഒക്കെ നമുക്ക് ചിതമ്പൽ കളയാനായിട്ട് ഈ ഒരു സാധനം മതിയിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ മീനേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ വെട്ടിക്കൊടുത്ത് നമ്മൾ സാധാരണ വെട്ടിയെടുക്കുന്നത് പോലെ അങ്ങോട്ട് വെട്ടിയെടുത്താൽ മാത്രം മതി, ചിതമ്പൽ തെറിക്കും എന്നുള്ള ഒരു പേടിയും വേണ്ട. അടുത്തതായിട്ട് നമുക്ക് കഠിനമായ തലവേദന നമുക്കുണ്ടാവുന്ന മൈഗ്രെയിനൊക്കെ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് ഭയങ്കര ടയർഡായിട്ട് തലക്ക് അസ്വസ്ഥതയൊക്കെ ഉള്ളു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നേരിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ കാലൊരു 10 മിനിറ്റ് മുക്കി വെച്ചാൽ മതി കേട്ടോ. നല്ല രീതിയിൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിലാകുവാനും നമുക്ക് തലവേദന കുറയുവാനും തലയ്ക്കുള്ള അസ്വസ്ഥതകൾ മാറുവാനൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇളം ചൂടുവെള്ളമായിരിക്കണം, തണുത്ത വെള്ളത്തിലല്ല, ചൂടുവെള്ളത്തിൽ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബ്രഷ് നമുക്ക് എന്തിനായിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമ്മൾ പെഡിക്യൂറും മാനിക്യൂറൊക്കെ ചെയ്യാനായിട്ട് ഓരോ സാധനങ്ങൾ നമ്മൾ മേടിക്കും അല്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ബ്രഷ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ക്ലീനായി കിട്ടുന്നതാണ്, നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപ്പ് വെള്ളത്തിൽ ഇതുപോലെ കാലൊക്കെ ക്ലീൻ ചെയ്താൽ തന്നെ നമുക്ക് പകുതി അസുഖങ്ങൾ മാറിക്കിട്ടുന്നത് കേട്ടോ. കാല് നല്ല രീതിയിൽ മസാജും കിട്ടും, അതിനോടൊപ്പം തന്നെ നമ്മളുടെ കാലും നല്ല ക്ലീൻ ആകാനും സഹായിക്കും കേട്ടോ. നല്ല രീതിയിലുള്ള ഒരു മസാജാണ് ഇതിന് കിട്ടുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മസാജാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നാകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ കാലൊക്കെ അത്ര വലിയ ഇത് കെയർ കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സംഭവം, പക്ഷേ നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന പല അസ്വസ്ഥതകൾ മാറ്റുവാനും ഈ ഒരു കാലിൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഒരു ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാ ടിപ്സുകളും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ ഒരു പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കടയിൽ പോയി ബ്രഷ് വാങ്ങാനും അതുപോലെ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച് ഇതുപോലെ ചെയ്താൽ മാത്രം മതി. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വാതിൽ നമ്മളുടെ നിലത്ത് മുട്ടി ഒരഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പാടുകളൊക്കെ വരും അല്ലേ, അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റാൻ പറ്റും. നമ്മൾ ആശാരിനെ വിളിച്ച് അത് ഒരസണ്ടേ ഒന്നിൻ്റെയും കാര്യമില്ല. ഇതുപോലെ താഴെ വെച്ച് കൊടുത്തിട്ട്, ഇപ്പോൾ സൈഡിലാണെങ്കിൽ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യം അടയ്ക്കുകയും തുറക്കുകയും ചെയ്താൽ മതി. അതുപോലെ താഴെ ആണെങ്കിൽ താഴെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിലെ ഒരു വാതിലാണ് കേട്ടോ. വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ റഫായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ആ വാതിൽ എപ്പോഴും ഈ ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ ചെയ്തപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അടക്കാനും തുറക്കാനും പറ്റി. ആ ഒരു ഉരയുന്ന പ്രശ്നം തന്നെ മാറിയിട്ട്, അപ്പോൾ നമുക്ക് ആശാരിനെ വിളിക്കാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ആ മീൻ മുറിക്കണയൊക്കെ ടിപ്പുകൾ വളരെ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ ചിതമ്പലൊക്കെ ചീകി കഴിഞ്ഞാലും ഒട്ടും തെറിക്കാതെ തന്നെ വീട് നല്ല ക്ലീനും ആയിരിക്കും, ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല, നല്ലപോലെ തന്നെ ക്ലീൻ ആവും. കല്ലിലിട്ട് ഉരച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇപ്പം നല്ല രീതിയിൽ തന്നെ അടക്കാനും തുറക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ടിപ്സുകളും ചെയ്തു നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.